ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് കാലവർഷം സജീവമാവുകയാണ്. ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് സംഭവിച്ചത്? ബീച്ചിൽ ഇത്രയും ആളുകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം, അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മിഥില? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 7 വയസ്സുകാരനെയാണ് 2 നാടോടികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതിയുള്ളത്. ആ 2 നാടോടികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന, ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പരാതി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന 7 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്താ മോനെ സംഭവിച്ചത്? നമ്മളെല്ലാവരും പശു ഉണ്ടായതിനെ കൊണ്ട് പശുവിന് പുല്ലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗേറ്റ് പൂട്ടുമ്പോൾ ഈ കുട്ടി നമ്മളെ അടുത്തുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇറങ്ങി ഇതൊക്കെ അവിടുന്ന് ഒരാളും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ നോക്കി പുതിയാട് ഐസ് കമ്പീൻ്റെ മുമ്പിൽ നിന്ന്. അപ്പം നമ്മളിങ്ങനെ ഇതാക്കാം. അപ്പം ഇമ്മ വന്നുകൊണ്ട് നമ്മൾ ഇത്തിരി മുമ്പോട്ട് നടന്നിട്ടുള്ളൂ. ഇമ്മ ഈ കുട്ടീനെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒക്കത്ത് കൂടെ കൈയിട്ട് ആ കുട്ടീനെ പൊന്തിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ ചാക്ക് തുറക്കാൻ വേണ്ടായപ്പോൾ നമ്മൾ ഇടീന്ന് വിളിച്ചപ്പോൾ ആ കുട്ടീനെ നിലത്തിട്ട് അയിമ ഓടിയിട്ട് കൊഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വൈത്താല് വന്ന്. അപ്പോൾ നമ്മൾ ഇമ്മ ഇരിക്കുന്ന സ്ഥലം ഒളിച്ചെന്ന് കണ്ടിട്ട് നമ്മൾ ആൾക്കാരെ കൂട്ടി വന്ന്. അപ്പോൾ അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരെയും കൂട്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു. ചാക്കിലിടാൻ നോക്കിയതാണോ? എന്താ സംഭവിച്ചത്? ചാക്കിലിടാൻ നോക്കിയതാ ഇമ്മ ഐസ് കമ്പീൻ്റെ മുമ്പിൽ നിന്ന്. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേര്, ഒരാണും ഒരു പെണ്ണും, ഒരു മാത്രം. എപ്പോഴാണ് സമയം? എപ്പോഴായിരുന്നു? ഒരു 11-10. നിങ്ങൾ കളിക്കായിരുന്നോ? നമ്മൾ കളിക്കായിരുന്നു. മിഥില, ഇത് ഇവരെ പിടികൂടിയോ? പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ മിഥില? ഇവരെ കാണില്ല. പിന്നെ നമ്മൾ ആരെയും കുട്ടി ഇവിടെ എത്തിയപ്പോൾ ഉണ്ടാവില്ല. വിജയകുമാർ, 2 പേരിപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. 2ഉം ഈ നാടോടി ആളുകളാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ആ 7 വയസ്സുകാരനെ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് ഈ കുട്ടികളും വരെയായിട്ട് ഓടി വരികയാണുണ്ട്. കുട്ടികളെ ആകെ പരിഭ്രാന്തരാക്കിനി. ആ ചെറിയ കുഞ്ഞു മോനാണെങ്കിൽ പേടിച്ച് ഇപ്പം തന്നെ പനി വന്ന ലക്ഷണങ്ങൾ ആ കുട്ടി ആകെ വിറങ്ങലിച്ചു പോയി. ഇവർ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് കുട്ടീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് കുട്ടീനെ പൊന്തിച്ചാഞ്ഞ്. ഈ പൊക്കലിൽ കുട്ടീനെ നേരെ ചാക്കിലിടാൻ നിൽക്കുന്നവൻ്റെ കുട്ടികളെന്തായി കണ്ട് സാക്ഷികളായ കുട്ടികളാണ് അവർ. അത് കണ്ടതിനോട് തൽക്കാലം രക്ഷപ്പെട്ട് ആ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കുട്ടീനെ കിട്ടാനുള്ളൊരവസ്ഥ ഉണ്ടായി. ഞാനിവരോട് നേരത്തെ ചോദിച്ചു, ഇത് മാത്രമല്ല, ഇവരെ കൂടെ വേറെ 2 ആളുകളുണ്ട്. ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ആ പരിധിയിൽ 2 ആളുകൾ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അവർ ഹിന്ദിക്കാരാണ്, ചോദിച്ചും പറഞ്ഞ് 2 ആൾ ഇത് കൂടാതെ 2 ആളുകളുണ്ടെന്നാണ്. ഇവർ ലേശം സകലം മദ്യപിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ചേർന്നിട്ടാണോ പോലീസിന് പിടിച്ചെടുത്തത്? അല്ല, അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ കുട്ടികളെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പിടിച്ച് കൊണ്ടുവന്നാണെന്നുള്ളത്. ഈ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വൈകാണ് ഈ കുട്ടീനെ നഷ്ടപ്പെടും. കേവലം 25,000 രൂപയ്ക്കാണ് കേരളത്തിൻ്റെ പുറത്തും വിവിധ പിന്നെ ദേശത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഹൃദയവും മറ്റുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് അതിന് ശൃംഖല വേറെ. നിങ്ങൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? നിങ്ങളാണോ പിടിച്ച് ഈ നാടോടി സ്ത്രീകളെ പോലീസിന് പറഞ്ഞു കൊടുത്തത്? നിങ്ങളാണോ? അതെ, നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടീനെ ചാക്കിലാക്കാൻ നോക്കി. വിജയകുമാർ, ഇതാണ് സംഭവിച്ചത്. ആ കുട്ടികൾ അവിടെ നിൽക്കുന്ന സമയത്ത് 7 വയസ്സുകാരനെ പിടിച്ച് ചാക്കിലിടാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് കുട്ടികൾ പറയുന്നത്. ഉടൻ തന്നെ ഇവരെ, ഈ നാടോടി സ്ത്രീകളുടെ പിന്നാലെ ഈ കുട്ടികൾ ഓടുകയും പിന്നീട് ബീച്ചിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ വിവരം അറിയിക്കുകയും അങ്ങനെയാണ് ഈ 2 നാടോടികൾ, ഒരു സ്ത്രീയും പുരുഷനുമുണ്ട്, ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓർക്കണം, പട്ടാപ്പകൽ കോഴിക്കോട് ബീച്ചിലാണ് ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. വിജയകുമാർ. മിഥില, ഇവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്? ഇപ്പോൾ നേരത്തെ നാട്ടുകാരൻ പറയുന്നത് ഇത് വലിയ സംഘമാണ്, വേറെയും ആളുകൾ ഇവരുടെ കൂടെയുണ്ട്, അപ്പോൾ ഇവരെ സൂക്ഷിക്കണമെന്നൊക്കെ നാട്ടുകാരൻ പറയുന്നുണ്ട്. അത് പോലീസിന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ കേവലം 2 പേരാകണമെന്നില്ലല്ലോ. ആ നാട്ടുകാരൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത്തരം സംഘങ്ങൾ വേറെയും ഉണ്ടാകും. അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാനുള്ള സമയം പോലീസിന് കിട്ടിയോ എന്നറിയില്ല, എങ്കിലും ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്.
തീർച്ചയായും അത്തരം ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഉണ്ടായത്. നമുക്കറിയാം ഇവിടെയൊക്കെ നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞപ്പം ഈ പരിസരത്തുള്ള ആളുകളാണ്, ഈ കുട്ടികൾ തന്നെയാണ് ഈ നാടോടി സ്ത്രീകളെ അല്ലെങ്കിൽ നാടോടി സ്ത്രീയും ആ പുരുഷനെയും പോലീസിനെ ഏൽപ്പിച്ചത് എന്ന് പറയുന്നു. ഭീകരമായ ഒരു സംഭവം. ആ കുട്ടി പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ആ 7 വയസ്സുകാരനുള്ളതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ കാണുന്ന ഈ കുട്ടികളാണ് ആ സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞത്. ആ ഒരു സമയത്ത് തന്നെ പോലീസിനെ ഇവർ ബീച്ചിലുണ്ടായിരുന്ന പോലീസിനെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടത്. എന്തുതന്നെയാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 2 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രം. ഇവരെ ഏതെങ്കിലും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിലവിലിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 7 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഈ കുട്ടിയെ പൊക്കിയെടുത്ത് ചാക്കിൽ കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ നാടോടി സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നാലെ കുട്ടികൾ വടിയും എടുത്ത് ഇവരെ പിന്നാലെ ഓടുകയായിരുന്നു. ബീച്ചിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് വിവരം പറയുന്നു. അങ്ങനെ പോലീസുകാർ ചേർന്ന് ഈ നാടോടി സ്ത്രീയെയും പുരുഷനെയും പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. വിജയകുമാർ. മിഥില തുടരുക. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ ഒരു 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത് ഇന്ന് രാവിലെയാണ്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിത ഇടപെടൽ മൂലമാണ് ആ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിൽ നിന്ന് ഈ നാടോടികൾക്ക് പിന്തിരിയേണ്ടി വന്നത്. അവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾ അവരെ തടയുകയും അവിടെ ബഹളം വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് നാട്ടുകാരൊക്കെ ഓടിയെത്തി ചാക്കിലേക്ക് കുട്ടിയെ മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ദൃക്സാക്ഷികളായ മറ്റു കുട്ടികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ 2 പേർ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നാടോടികളായ 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഇതൊരു സംഘമാണോ, ഇത് റാക്കറ്റാണോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. വിശദമായി അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പോലീസ് 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിത ഇടപെടലാണ് ഒരുപക്ഷെ വലിയ അപകടത്തിൽ നിന്ന് കാര്യങ്ങൾ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ മറ്റൊന്നാകുമായിരുന്നു സംഭവം, അല്ലേ? ഈ ആളുകളെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 2 പേർ സ്ഥിരം ഈ ബീച്ചിലും ഈ പരിസര പ്രദേശങ്ങളിലും എത്തുന്നവരാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതോ ഇങ്ങനെ കറങ്ങിയും ഇന്ന് അവിടെ എത്തിയവരാണോ? വിജയകുമാർ, അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. സർ, എപ്പോഴാണ് ഈ ഒരു സംഭവം നിങ്ങളുടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? പോലീസിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഞങ്ങൾ പെട്രോളിംഗ് നടത്തുമ്പോൾ ബീച്ച് ഭാഗത്ത് വരുമ്പോൾ ഒരു കുട്ടി ഒന്ന് ഓടി വന്നു. സാർ പെട്ടെന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ നാട്ടുകാർ ഇവിടെ തടഞ്ഞു വെച്ച അവസ്ഥ കണ്ടത്. ഉടനെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് നിർത്തി, നാട്ടുകാരുടെ നിന്ന് അടിയൊന്നും കിട്ടാതെ പ്രൊട്ടക്റ്റ് നിർത്തി തുടർന്ന് സ്റ്റേഷനിൽ വണ്ടീനെ വരുത്തി അവരെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയത്. വെള്ളയിൽ സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? വെള്ളയിൽ സ്റ്റേഷൻ ലിമിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അധികാര പരിധി അവരാണ് കൊണ്ടുപോയത്. സാറിൻ്റെ അടുത്തായിരുന്നു കുട്ടികൾ വന്ന് വിവരം പറഞ്ഞു? അതെ, ഞങ്ങൾ പെട്രോളിംഗ് നടത്തി ഇങ്ങോട്ട് ഈ ഭാഗത്ത്. അതെ വിജയകുമാർ, തീർച്ചയായും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്താണ് കുട്ടികൾ വന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ശേഖരിക്കാം. സർ, എന്താണ് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് വന്ന് കുട്ടികൾ പറഞ്ഞത്? എന്താണ് അവിടെ സംഭവിച്ചതായി അവർ പറയുന്നത്? സാറേ, പെട്ടെന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നു, ചാക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആൾക്കാർ തടഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ ആ കുട്ടിയെ നമ്മളെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ ഉടനെ ജസ്റ്റ് തൊട്ട് മുമ്പ് തന്നെ ഒരു 100 മീറ്ററില്ല അതിന് ഇവിടെ എത്തുമ്പോൾ ആളുകൾ ഇത്ര ആളുകൾ സംഘടിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇവരെ ആളുകൾ കൈകാര്യം ചെയ്യുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ അവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. ഉടനെ കൺട്രോൾ റൂമിലും വെള്ളി സ്റ്റേഷൻ വിവരം അറിയിച്ചാൽ അവിടുന്ന് കൺസേൺ സ്റ്റേഷനിൽ ഓഫീസർ വന്നിട്ട് അവരെ കസ്റ്റഡിയിലെടുത്തു. നമ്മൾ ഇവിടെ കുട്ടിയെ രജിസ്റ്ററായിട്ട് ഒരാൾ വന്ന് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ പറയപ്പെടുന്ന നാടോടികൾ ഇതിന് മുന്നേ ഈ ഭാഗങ്ങളിൽ കണ്ടതായിട്ട് ഓർമ്മ? നിങ്ങൾ പെട്രോളിംഗ് നടത്തുന്ന ടീമാണല്ലോ, അങ്ങനെ കണ്ടതായിട്ടുള്ള ഓർമ്മ? ഈ വ്യക്തികൾ കണ്ടില്ല, പലരും കാണാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സദ്യയിൽ ഒരു മുഖപരിചയം തോന്നുന്നില്ല. പലരും കാണാറുണ്ട്, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറ്. ഇവരെങ്ങനെ വരുന്ന ആളുകൾ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി സംഭവിക്കുന്നതാണ് ഇത്തരത്തിൽ നാടോടികൾ വന്നിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. നമ്മൾ പട്ടാപ്പകൽ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇത് ഭയാനകമല്ലേ ഈ ഒരു സ്ഥിതി? അതെ, ഇത് വളരെ ഭയാനം തന്നെയാണ്. ഇതിൽ പിന്നെ നമ്മളെ പോലീസ് മാത്രമല്ല നാട്ടുകാരും ശരിക്കും ഇതിൽ ബോധവടാവുകയും എല്ലാവരും നമ്മളിതിന് ശരിക്കും ഒരു സർവൈലൻസിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ഒരു പരിധിവരെയൊക്കെ പോലീസിന് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കുട്ടികളെ ശ്രദ്ധപ്പെട്ടുകൊണ്ടാണ്, ആ കുട്ടികളുടെ ഒരു ഇടപെടലാണ് കൂടുതലും ഇതിൽ തുണയായത്. അവരെ മുന്നിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവരെ പിടിക്കാൻ കഴിഞ്ഞത്. കുട്ടികൾ പറയുന്നത് കുട്ടീനെ കഴുത്തിന് കൂട്ടി പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ വന്നിട്ട്
പിടിച്ച് പിന്നെ ഒച്ച വെച്ച് ഈ പറയുന്ന ചാക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം? ചാക്ക് കയ്യിലുണ്ട് ഈ ചാക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ അതിൽ നിറയ്ക്കുന്നുണ്ട്. ഒരു കത്തിയുണ്ട്, പിന്നെ ഒരു ചാക്കുണ്ട്. പിന്നെ അവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ചെറിയൊരു പേനാക്കത്തിയുണ്ട്, ഒരു ചാക്കുണ്ട്. അല്ല ഇവിടെ കാലിച്ചാക്ക ഇപ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് പിന്നെ അവർ കുറേ കുപ്പികൾ പെറുക്കിയിടുന്നുണ്ട് ഇവിടെ ഫുട്പാത്തിൽ വെച്ച്. പിന്നെ പിടിക്കുന്നു തോന്നിയപ്പോൾ ആക്ട് ചെയ്താണോ അങ്ങനെ? ഒന്നും പറയാനില്ല. നമ്മൾ വരുമ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ കുപ്പി എങ്ങനെ ചാക്ക് പെറുക്കിയിടുന്നതാണ് നമ്മൾ കാണുന്നത്. സാർ വരുന്ന സമയത്ത് പിള്ളേർ ഇവിടെ തടഞ്ഞു വെച്ചതായിരുന്നു, എന്താണ് ശരിക്കും? പിള്ളേരുണ്ട്, കുറച്ച് നാട്ടുകാരുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് മുന്നേ നമ്മൾ ഓപ്പൺ സ്റ്റേജിൻ്റെ ഭാഗത്ത് അവിടുന്ന് പെട്രോളിങ്ങിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി വന്ന് പറയുന്നത്, സാർ പെട്ടെന്ന് വരെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് വരണമെന്നാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഇവർ ഫുട്പാത്തിൽ അവിടെ ഇരുന്നിട്ട് ഈ കുപ്പി നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മംഗലാപുരം, ഞാൻ ചോദിച്ചപ്പോൾ മംഗലാപുരം മലയാളം ശരിക്കും സംസാരിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇവിടെ മംഗലാപുരത്താണ് പിന്നെ അവർ സ്വദേശം, ഇവിടെ താമസിക്കുന്നതെന്നാണ്. ശ്രീനിവാസൻ, പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി, രണ്ട് പേരാണ്. ശ്രീനിവാസൻ, ലക്ഷ്മി അങ്ങനെ പേരാണ് അവർ ചോദിച്ചാൽ പറഞ്ഞത്. അവർ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളവരാണ്. അത്ര എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ അന്വേഷണത്തിൽ അറിയാൻ പറ്റും. പക്ഷേ മലയാളം നന്നായിട്ട് അറിയാം, മലയാളം നന്നായി സംസാരിക്കാറുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം തന്നെ നടന്നു അവിടെ? അത് ഞങ്ങൾ നേരിട്ട് കാണുന്നില്ല, കുട്ടികൾ പറഞ്ഞു. മിഥിലയിലേക്ക് വരാം. ഇപ്പോൾ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ടെലിഫോൺ ലൈനിലുണ്ട്. മേയർ, ഈ സംഭവം അറിഞ്ഞിരുന്നോ താങ്കൾ? ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ഏതാണ്ട് ഒരു 11 മണിയോട് അടുപ്പിച്ചാണ് ഈ സംഭവം എന്നാണ് കുട്ടികൾ പറയുന്നത്. അറിഞ്ഞിരുന്നോ? മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ലല്ലോ, ഞാൻ 11 മണിക്ക് ഫയർഫോഴ്സിന്റെ ഒരു റിട്ടയർമെന്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ഞാനിപ്പോ തിരിച്ചു വരുന്നേ ഉള്ളൂ. അത് ഞാൻ അറിഞ്ഞില്ല, ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത്. എന്തായാലും വളരെ മോശമായി എന്നുള്ളത് നമുക്ക് എന്ത് പറയാൻ. അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോലും ബീച്ചിൽ നിന്ന് ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയധികം ആൾക്കാർ വന്ന് താമസിച്ചിട്ടും നാടോടികൾ താമസിച്ചിട്ടും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായി അറിയില്ല അടുത്ത കാലത്തൊന്നും. അതാണ് മേയർ, ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 11 മണി ആളുകളൊക്കെ ഉള്ള സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു 7 വയസ്സുള്ള കുട്ടിയെ ഈ 2 നാടോടികൾ ചാക്കിൽ ആക്കി കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു സമയോചിത ഇടപെടൽ മൂലമാണ് ഈ നാടോടി സംഘത്തിന് അതിന് കഴിയാതെ പോയത്. ആ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മംഗലാപുരം സ്വദേശികളാണ് എന്ന് പറയുന്നു. അവർ മലയാളം പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി ഇവരോട് ഉള്ളവരാണ് എന്നാണ് പോലീസും സംശയിക്കുന്നത്. എന്തായാലും അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആശ്വാസം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ മേയർ. പക്ഷേ ഈ നാടോടികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ താമസിപ്പിക്കുന്ന പല ആൾക്കാരും ശരിയായ നാടോടികളല്ല. അവർ മറ്റു പല സ്ഥലത്തുനിന്നും വന്നിട്ട് അങ്ങനത്തെ ഒരു വേഷത്തിൽ അവർ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയായ നാടോടികളല്ല. അവര് ഒരു പരിധി വരെ നമ്മുടെ പല പിന്നെ ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് പലരും. എല്ലാവരും അല്ല കേട്ടോ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പോംവഴി, അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ ആലോചിച്ചപ്പോൾ അവർ കിടക്കൂല അത്രേ ഷെൽട്ടറിൽ. കാരണം അവർ മറ്റു പല ആവശ്യത്തിന് വരുന്നവരാണെന്നാണ് പറയുന്നത്. വളരെ കുറച്ചു പേരേ ഉള്ളൂ യഥാർത്ഥ നാടോടികളെന്ന് കേൾക്കുന്നു. ശരിയാണ്. അതിൽ ഈ പറയുന്ന പോലെ ഇതിൽ ആരൊക്കെയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ളവർ, അത്തരം ലക്ഷ്യങ്ങളോടെ വരുന്നവർ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം. അതിന് പോലീസിന്റെ ഒരു ഇടപെടൽ. ഏതായാലും ഈ വിഷയത്തിൽ വളരെ സജീവമായി അവിടെ നാട്ടുകാരും പോലീസും ഇടപെട്ടു. അതുകൊണ്ട് ആ 2 പേരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. നന്ദി മേയർ പ്രതികരിച്ചതിന്. ഒരുപക്ഷെ മേയർ മറ്റ് ചില മീറ്റിങ്ങുകളിലായിരുന്നതുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ തന്നെയാണിത്. അപ്പോൾ ഒരു 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത്. ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉച്ചയോട് അടുപ്പിച്ച ഈ സംഭവം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ഇടപെട്ടു, അവർ തടഞ്ഞു, പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെ, എവിടുന്നൊക്കെ വരുന്നു, എന്താണ് ഇവരുടെ മറ്റു വിശദാംശങ്ങൾ എന്നൊക്കെ അറിയാൻ കഴിയൂ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. നമ്മൾ ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം സജീവമാണ്. മുഴുവൻ ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് പല സ്ഥലത്തും ഉണ്ടായത്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് അസാധാരണ മഴ എന്നാണ് കണക്കുകൾ. ഇടവിട്ടുള്ള മഴയും വീശിയടിക്കുന്ന കാറ്റും മധ്യകേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മണിമലയാറ്റിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങുന്നില്ല. തിരുവാർ, ഐമനം, മണിപ്പുഴ, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. നിരവധി വീടുകളിലും കോട്ടയം കുമരകം റോഡിൽ പലയിടത്തും വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 62 കുടുംബങ്ങളിലെ 181 പേർ ക്യാമ്പിലുണ്ട്. ശക്തമായ കാറ്റിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭീമൻ ആൽമരം നിലം പൊത്തി. രാവിലെ തിരക്ക് കുറവായതിനാലും തറയ്ക്കു സമീപം ഭക്തരില്ലാതിരുന്നതിനാലും വൻ അപകടമൊഴിവായി.
എറണാകുളം പിറവത്ത് വീടിന്റെയും കടകളുടെയും മേൽക്കൂരകളും പരസ്യ ബോർഡുകളും റോഡിലേക്ക് പതിച്ചു. മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകളും മറ്റും താഴെ വീണു. എറണാകുളം കാക്കനാട് മരക്കൊമ്പ് വീണ് കാർ തകർന്നു. തൃശൂർ കുന്നംകുളത്ത് മരം കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം താറുമാറായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. പത്തനംതിട്ട റാന്നിയിൽ കനത്ത മഴയിൽ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. മരങ്ങൾ വീണ 6 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയശങ്കർ, ഇത് ഏതാണ്ട് ഒരു പ്രദേശമാകെ ഈ കാറ്റ് വിഴുങ്ങി എന്ന മട്ടിലാണല്ലോ ഇത്രയും മരങ്ങൾ കൂട്ടത്തോടെ അവിടെ വീണ് കിടക്കുന്നത്. അവിടെ വീടുകൾക്കൊന്നും നാശനഷ്ടം ഉണ്ടായില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മേഖലയിൽ വ്യാപകമായി കാറ്റടിച്ചോ ഇന്നോ? വിജയകുമാർ, ഈ കണ്ടനാട്ടുപടിയിലെ റാന്നിയിലെ ഈ അപകടത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ മരങ്ങൾ വീണ KCBയുടെ ലൈനുകളും മറ്റും തകർന്നിരുന്നു. അതിനോടനുബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റ് നിലവിൽ അപകടാവസ്ഥയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ് ചെരിഞ്ഞത്. ആ ഘട്ടത്തിൽ നമ്മളും ഈ പോസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന കമ്പിക്ക് സമീപമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് മാറിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായത്. ഈ പോസ്റ്റുകൾ നിലവിൽ ഒരു അപകടാവസ്ഥയിലാണ്. KCBയുടെ ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെയുണ്ട്. ഈ പോസ്റ്റ് എന്തായാലും നിലവിൽ ഈ വഴി ഗതാഗതം ഉൾപ്പെടെ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു പാതയെന്ന് റാന്നിയിൽ നിന്ന് എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രധാന പാതയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട് ഈ പോസ്റ്റ് നിൽക്കുന്ന മതിലിന് തൊട്ടപ്പുറത്താണ്. എന്തായാലും ഈ വഴി ആണിപ്പോൾ വളരെയധികം അപകടാവസ്ഥയായിരിക്കുന്നത്. നേരത്തെ മരം മുറിഞ്ഞ് KCBയുടെ ഈ ഭാഗത്തേക്കുള്ള ചില കമ്പികളും മറ്റും വലിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന KCBയുടെ 2 പോസ്റ്റുകൾ ഇത്തരത്തിൽ മറയാനുള്ളൊരു സാഹചര്യമായത്. എന്തായാലും വലിയ അപകടാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ഈ പോസ്റ്റുകൾ നിലം പൊത്താവുന്ന ഒരു അവസ്ഥ. എന്തായാലും KCB ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഈ പോസ്റ്റുകൾ അത് ശരിപ്പെടുത്താൻ, അത് നിലയ്ക്കുറപ്പിക്കാനുള്ളൊരു ശ്രമം എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അതിനുള്ളൊരു തീവ്ര ശ്രമം നടക്കുന്നു. ഈ വഴി ഗതാഗതം ഉൾപ്പെടെ നിലവിൽ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ അപകടാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. എന്തായാലും ലൈനിൻ്റെ വൈദ്യുതി കടത്തിവിടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ എന്തായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KCB അധികൃതർ എത്തിക്കൊണ്ട് പ്രത്യേക കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ പോസ്റ്റുകൾ ക്രമപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. നേരത്തെ ഉണ്ടായ ഭീകരമായ മിന്നൽ ചുഴലി എന്ന് തന്നെ പറയാം. ആ ചുഴലിക്കാറ്റിലാണ് ഇവിടെ ഇത്രയിലധികം മരങ്ങൾ വീഴുകയും വൈദ്യുത പോസ്റ്റുകൾ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ആ മരം വീണുകൊണ്ട് റോഡ് തടസ്സപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശരിയാക്കിയിട്ടുണ്ട്. ആ റോഡിലെ മരങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ റോഡ് ഗതാഗത യോഗ്യമായിട്ടുണ്ട്. പക്ഷേ മറ്റൊരു അപകട പ്രശ്നം ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ, ഈ റോഡിനോട് ചേർന്ന് നമുക്ക് സഞ്ജയ് ഇക്ബാൽ ആ ദൃശ്യങ്ങൾ കാണിക്കും. റോഡിനോട് ചേർന്ന നിരവധി മരങ്ങൾ ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും വാഹനം ഈ വഴി പോകുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി ശക്തമായ കാറ്റുണ്ടായാൽ ആ മരങ്ങൾ വീണ്ടും ആളുകളിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ വഴി ഒരു ഡേഞ്ചർ സോണായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രധാന പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിൽ മരങ്ങളൊക്കെ വീണ പ്രശ്നമുണ്ടായത്. എന്തായാലും KCB അധികൃതർ അവിടെ പോസ്റ്റ് പഴയ രീതിയിലേക്ക് ആക്കാനുള്ളൊരു ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന പാതയിൽ നിന്ന് ഉൾപ്പെടെ മാറണമെന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. കാരണം വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ നമുക്ക് തലയുടെ മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ ഇത് ശരിപ്പെടുത്താനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും വഴിയുള്ള റോഡിൽ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ അധികൃതർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡ് വഴി ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കാരണം അപകടാവസ്ഥയിൽ ഇപ്പോഴും ആ സൈഡിൽ ആടി ഉലഞ്ഞുകൊണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. സഞ്ജയ്, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കും. കാരണം ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ട് അപകടാവസ്ഥയിൽ ആ റോഡിന് ഇരുവശങ്ങളുമായി മരങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചാൽ മരങ്ങൾ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിൽ ഒരു KCBയുടെ ഒരു പോസ്റ്റ് റോഡിലേക്ക് ചെരിഞ്ഞ് ഏത് നിമിഷവും വീഴാമെന്ന രീതിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഒരു മിന്നൽ ചുഴലിയിൽ ഉണ്ടായിരിക്കുന്നത്. 100-ലധികം മരങ്ങളാണ് ഈ പ്രദേശത്ത് ഒരേ സമയം വീണത്. ഈ അപകടം ഉണ്ടാകുന്ന ശരി ജയശങ്കർ, എന്തായാലും അവിടെ അപകടാവസ്ഥയിൽ തന്നെയാണ്. കൂടുതൽ മരങ്ങൾ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒപ്പം വൈദ്യുത പോസ്റ്റുകളും നിലം പതിക്കാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുന്ന ജോലികൾ നടക്കുകയാണ്. KCB ഉദ്യോഗസ്ഥരുടെയൊക്കെ മണിക്കൂറുകളായി അവർ ആ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ വൈദ്യുത ബന്ധം തകരാറിലാവുമ്പോൾ KCB ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തുന്നു, അവരുടെ ജോലി തുടരുന്നു. അതുതന്നെയാണ് നമ്മൾ ഇവിടെ പത്തനംതിട്ട റാന്നിക്കടുത്ത് കാണുന്നത്. ഇവിടെ ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം, ഒരു മഴ മുന്നറിയിപ്പ് വരുന്നുണ്ട്. അത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. 8 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി,
കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. അപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ തീവ്ര അതിതീവ്ര മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്ന. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. മേഘന, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുഴുവൻ ജില്ലകളിലും ഉണ്ടാകുമെന്നാണല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് കുറെ കൂടി ശക്തമായി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അതിന്റെ പ്രഭാവമായിരിക്കും ഇതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വരുന്ന 3 ദിവസവും അതിശക്തമായ അതിതീവ്രമായ മഴ സംസ്ഥാനത്തുടനീളം പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി വരുന്നത്. അതിന് കാരണമായി പറയുന്നതും ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ടതും അതുപോലെ തന്നെ അറബിക്കടലിൽ തുടരുന്ന പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതുമാണ് ഈ മഴ തുടരാനുള്ള ഒരു കാരണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ പ്രധാനമായും ഈ പുതുക്കിയൊരു മഴ മുന്നറിയിപ്പ് അനുസരിച്ച് 8 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. അതായത് അതിൽ പ്രധാനമായും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ ഇന്ന് തുടരുമെന്നുള്ളതും അതിതീവ്ര മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിലും ഇന്നും വരുന്ന ദിവസങ്ങളിലും വരുന്ന 3 ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെ കേരളത്തിലുടനീളം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നു. അതായത് അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. അത് മണിക്കൂറിൽ 55 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലാണ് പടിഞ്ഞാറൻ കാറ്റിന്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്യും. ആ പടിഞ്ഞാറൻ കാറ്റടക്കം മഴയെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലടക്കമുള്ളവർ കർശനമായ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് ഈ മാസം ജൂൺ 1 വരെ വിലക്കുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് പലയിടത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഇതിൽ പല സ്ഥലത്തും പല സംസ്ഥാനത്തുടനീളമുള്ള പല നദികളിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഇനി ശക്തമായ മഴ പെയ്യുമ്പോഴുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ മുന്നറിയിപ്പായി വരുന്നത് 8 ജില്ലകൾ കുറച്ചുകൂടി കുറെ കൂടി ജാഗ്രത നമ്മൾ എടുക്കേണ്ട മണിക്കൂറുകളാണ്. 8 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കണ്ണൂർ വെളിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു. കോഴിക്കോട് പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 145 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ രാവിലെ 7:30ഓടെയാണ് ശക്തമായ കാറ്റ് വീശിയത്. മരങ്ങൾ വീണ് കടകളും വൈദ്യുതി തൂണുകളും തകർന്നു. കാറ്റിൽ പെട്ടിക്കട പറന്ന് ലോട്ടറി തൊഴിലാളിക്ക് പരിക്കേറ്റു. കാറ്റ് ചുഴലിക്കാറ്റടിച്ചാണ് ഈ കുറച്ച് ഭാഗത്ത് ചുഴലിക്കാറ്റടിച്ച് ഈ ഭാഗങ്ങൾ മൊത്തം മരം വീണിട്ടുണ്ട്. ഞങ്ങളിപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. വലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി. ഇത് അടിച്ചത് അറിയുള്ളൂ. പിന്നെ ഒന്ന് ഒരു ഒച്ച കേട്ട് പിന്നെ ഒന്ന് നോക്കുമ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. ഞാൻ വെച്ച് ഭൂമി കുനിയാച്ചു. നമ്മൾ ഇത് ഇവിടെ നഴ്സറിയാണ്, ഫ്രൂട്ടിൻ്റെ ചെടിൻ്റെ മേലെയാണ് എല്ലാം വീണിട്ടുള്ള മരങ്ങളെല്ലാം. ഇതെല്ലാം നഷ്ടത്തിലായിട്ടാണുള്ളത് ഈ മരം വീണിട്ട്. കോഴിക്കോട് പെരുമണ്ണയിലെ അബ്ദുൽ ലത്തീഫിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ തകർന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ വലിയ അപകടമൊഴിവായി. കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊകവൂരിൽ പരസ്യ ബോർഡ് സർവീസ് റോഡിൽ വീണ് ഗതാഗത തടസ്സം നേരിട്ടു. കുറ്റ്യാടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണു. കാസർഗോഡ് കീഴൂരിൽ രാവിലെ ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലംപതിച്ചു. മലപ്പുറം ചങ്ങരക്കുളത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് പെരിങ്ങത്തൂർ കായപ്പനിച്ചിയിൽ പുഴ കരകവിഞ്ഞൊഴുകി വ്യാപക നാശനഷ്ടം. വീടുകളിൽ വെള്ളം കയറി. ചില പ്രതികരണങ്ങൾ കാണാം. ഞങ്ങളുടെ വീടിൻ്റെ പിൻഭാഗത്തുള്ള പറമ്പ് മൊത്തം ഒലിച്ചു പോയിരിക്കുകയാണ്. ഭയങ്കരമായ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത്. അത് കരഭിത്തി ഇല്ലാത്തതിൻ്റെ കരയിടിച്ചൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഈ സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു തരണമെന്ന് അധികൃതരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇതെന്തോ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതാണോ ആ പുഴയിൽ, അതോ മഴ കനത്തപ്പോൾ വെള്ളം ഉയർന്നതാണോ? എന്താണ് സംഭവിച്ചത് അവിടെ?
വിജയകുമാർ, ശക്തമായ മഴയിൽ വെള്ളം കയറിയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കിലാണ് ഈ പ്രദേശത്തെ വീടുകളിലേക്ക് കൂടി വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ പുഴയ്ക്ക് പക്ഷേ കാര്യമായ സംരക്ഷണം ഭിത്തിയില്ല. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അബ്ദുൾ മജീദ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോഴും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് താഴ്ഭാഗത്തുള്ള വീടുകളിലേക്ക് കൂടി വെള്ളം കയറും എന്നുള്ള ഒരു ഭീഷണി, അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ശക്തമായ ഈ വെള്ളം ഒഴുകി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളൊക്കെ പതിച്ചുകൊണ്ടും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ, പ്രത്യേകിച്ചും കിഴക്കൻ മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വൈദ്യുതി പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ KCB അതെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒറ്റപ്പെട്ട കനത്ത മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഏതാനും സമയം മുമ്പാണ് കോഴിക്കോട് നഗരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത്, അതായത് ആശാരിക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഗണേശൻ എന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്ക് വലിയ ഒരു മരം കടപുഴകി വീണത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ വെള്ള ടാങ്ക്, അതുപോലെ തന്നെ സോളാർ ഹീറ്റർ, അതുപോലെ അവരുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂര ഉൾപ്പെടെ തകർന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെയാണ് പെരുമണ്ണയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കാറ്റിൽ ആണ് അവിടേക്ക് മരങ്ങൾ വീണുകൊണ്ടും അതുപോലെ തന്നെ ഓടുകളൊക്കെ പാറി മാറിക്കൊണ്ടുമാണ് അപകടമുണ്ടായിരിക്കുന്നത്. ശരി സമീർ, എന്തായാലും വടക്കൻ കേരളത്തിലും മഴ തുടരുകയാണ്. വിശദാംശങ്ങളാണ് സമീർ C. മുഹമ്മദ് കോഴിക്കോട്ട് നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എറണാകുളം കാലടിയിൽ പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. റോഡിലെ കുഴികൾ പരിശോധിക്കാൻ കേന്ദ്രമന്ത്രി പിന്നീട് റോഡിൽ ഇറങ്ങി നടക്കുകയും ചെയ്തു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ, കേന്ദ്രമന്ത്രി എങ്ങോട്ടുള്ള യാത്രയിലാണ് ഈ പാലത്തിലെ കുഴിയിൽ കുരുങ്ങിയത്? ബിജുമാർ, രാവിലെ മുതൽ തന്നെ കാലടി ഭാഗത്ത് കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. വിമാനത്താവളത്തിലെല്ലാം പോകേണ്ട യാത്രക്കാരടക്കം ഈ ഗതാഗത കുരുക്കിൽ പെട്ടിരുന്നു. വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് മന്ത്രിയുടെ വാഹനവ്യൂഹം തൃശ്ശൂരിലേക്ക് പോകാൻ അതുവഴി പോയത്. കാലടി പാലത്തിൽ മന്ത്രിയുടെ വാഹനവും അങ്ങനെ കുടുങ്ങി. മന്ത്രിക്കൊപ്പം പൈലറ്റ് വാഹനവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഗതാഗത കുരുക്കുണ്ടായതിനെ തുടർന്നാണ് മന്ത്രി അവിടെ ഇറങ്ങി അതിനുശേഷം ഈ കുഴികൾ പരിശോധിക്കാൻ തയ്യാറെടുത്തത്. പാലത്തിന് മുകളിൽ വലിയ കുഴികളൊക്കെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തുടരുന്നത്. എന്തായാലും ആ സ്ഥലം സന്ദർശിച്ച മന്ത്രി അവിടെ വെച്ച് തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടെയാണ് മന്ത്രിയുടെ വാഹനം ഇത്തരത്തിൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയതും പിന്നീട് ദേശീയപാതയിലെ കുഴികൾ മന്ത്രി നേരിട്ടിറങ്ങി റോഡിൽ പരിശോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ബിജുകുമാർ, ഇതിന് എന്തെങ്കിലും ഉറപ്പ് കേന്ദ്രമന്ത്രിക്ക് കിട്ടിയോ? ഇതിപ്പോ അത് നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എയർപോർട്ടിലേക്കൊക്കെ വരുന്ന ആളുകളുടെ ഒരു വഴി കൂടിയാണ്. അപ്പോൾ നിതിൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഗതാഗത കുരുക്ക്, യാത്രാ ദുരിതമൊക്കെ ശക്തമാണ്. അപ്പോൾ അതിൽ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമോ? എന്തെങ്കിലും ഉറപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കിട്ടിയോ? എന്തായാലും മന്ത്രി അവിടുത്തെ സാഹചര്യമെല്ലാം തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയെ ധരിപ്പിച്ചിട്ടുണ്ട്. വൈകാതെ അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ മേഖലയിൽ പ്രത്യേകിച്ചും കാലടി പാലത്തിന് സമീപവും മറ്റ് പാതയിലും കാലടിയിലെ പാതയിലെല്ലാം തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധത്തിൽ നാട്ടുകാർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബസ് തൊഴിലാളികളടക്കം വലിയ സമരത്തിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചു ഈ പാലത്തിൽ അടക്കം വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ഗതാഗത കുരുക്കിന് പ്രധാനപ്പെട്ട കാരണമായതും. അതോടൊപ്പം തന്നെ ആ പാതയിൽ കുഴിയുടെ സാഹചര്യം നിരവധി കുഴികളുണ്ട്. ഇതെല്ലാം തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ സാഹചര്യമായി. ഇതിനിടയിലാണ് മന്ത്രിയുടെ വാഹനവും അതുവഴി പോയതും അതോടൊപ്പം തന്നെ ഈ കുരുക്കിൽപ്പെട്ടതും. പിന്നീട് മന്ത്രി അവിടെ ഇറങ്ങി അവിടുത്തെ സാഹചര്യം പരിശോധിച്ചു. എന്തായാലും പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവിടുത്തെ സാഹചര്യം ധരിപ്പിച്ചിട്ടുണ്ട്. വൈകാതെ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ മന്ത്രിക്കും ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എറണാകുളം കാലടി പാലത്തിൽ നിന്നുള്ളതാണ്. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനവും അവിടുത്തെ കുഴിയിൽ കുരുങ്ങി. അതിനുശേഷം മന്ത്രി നേരിട്ടിറങ്ങി അവിടെ പാലത്തിലെ കുഴികൾ പരിശോധിച്ചു. അതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന സൂചന, അല്ലെങ്കിൽ ആ നിലയിൽ ഉദ്യോഗസ്ഥരുമായി മന്ത്രി പിന്നീട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉറപ്പ് കേന്ദ്രമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നറിയില്ല. എന്തായാലും ഈ സാഹചര്യം കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ അപകടമുണ്ടായ മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും തകർന്നു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി സർവീസ് റോഡിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. സർവീസ് റോഡിനും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കൂരിയാട് നേരത്തെ റോഡ് പൊളിഞ്ഞതിന് തൊട്ടടുത്താണ് പുതിയ അപകടം. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന കല്ലും മണ്ണും സർവീസ് റോഡിലേക്ക് പതിച്ചു. സർവീസ് റോഡിനും കേടുപാടുകളുണ്ട്.
റോഡ് സമീപത്തെ പാടശേഖരത്തിലേക്ക് കൂടുതൽ നീങ്ങി. സാധാരണഗതിയിൽ ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ എർത്തുകോയ്ക്ക് ഉണ്ടാകുമ്പോൾ തുടർ ചലനങ്ങൾ ഉണ്ടാവും എന്നതുപോലെയാണ് നമ്മുടെ NH-66 നിർമ്മാണം കാണുന്നത്. ഇത് അശാസ്ത്രീയമാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് ഇപ്പൊ പറച്ചിൽ നമുക്ക് തന്നെ ആ പറച്ചിലിൽ ലജ്ജ തോന്നുന്നു. കാരണം ഇത് മാലോകർക്ക് മുഴുവൻ മനസ്സിലായി. അധികൃതർ ഇപ്പോഴും ഉഡായ്പ് കാണിച്ച് നിൽക്കുകയാണ്. ഇന്നലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൂരിയാട് സന്ദർശിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിയോട് വിശദാംശങ്ങൾ തേടുമെന്ന് PSC ചെയർമാൻ KC വേണുഗോപാൽ MP. എന്തായാലും ഗൗരവമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കേരളത്തിലെ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച ചർച്ച ചെയ്യും. മഴ കൂടുതൽ ശക്തമായാൽ റോഡ് ഇനിയും തകരാനിടയുണ്ട്. നിലവിലെ റോഡ് പൊളിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. 24 തിരൂർ. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ആ കോഴിക്കോട് ബീച്ചിൽ നിന്ന് 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം ഈ നാടോടി സ്ത്രീ നടന്നു പോകുന്നതും കുട്ടികൾ പിന്നാലെ ഓടുന്നതിൻ്റെയും ഒക്കെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില, ഇതിൽ ഈ സംഭവത്തിന് ശേഷം ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം പരാജയപ്പെട്ട് കുട്ടികൾ ഇടപെട്ടു. അതിനുശേഷം അവിടെ നിന്ന് ഇവർ പയ്യെ മാറാൻ ശ്രമിക്കുന്നതാണോ ഈ ദൃശ്യങ്ങളിലുള്ളത്? തീർച്ചയായും വിജയകുമാർ, അതാണ് ആ CCTV ദൃശ്യങ്ങൾ. ഈ സംഭവത്തിന് പിന്നാലെ ഈ നാടോടി സ്ത്രീ നടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഈ കുട്ടികൾ ഈ നാടോടി സ്ത്രീക്ക് പിന്നാലെ വടിയുമെല്ലാം എടുത്ത്, നേരത്തെ നമ്മൾ കേട്ടതാണ്, ആ കുട്ടികൾ തന്നെ നമ്മളെടുത്ത് 24നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത്. അതിന് പിന്നാലെ ഈ കുട്ടികൾ പോലീസിനെ വിവരം അറിയിക്കുന്നു. ആ നാടോടി സ്ത്രീ നടന്നു പോകുന്നതും തൊട്ടു പിന്നാലെ ഈ കുട്ടികൾ നടന്നു വരുന്നതാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുട്ടി ചേരുന്നുണ്ട്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് ഈ 7 വയസ്സുകാരൻ ഇപ്പോൾ 24നോട് പറയും. മോനെ, എന്താ അവിടെ സംഭവിച്ചത്? നമ്മൾ കളിച്ച് കഴിയപ്പല്ലേ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ പിടിക്കാൻ നോക്കി, ചാക്കിലിട്ട് മറിക്കാൻ. അപ്പം ഞാൻ കരിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. കൂട്ടുകാരാക്കി തന്നപ്പോൾ ഉമ്മ പറയാ എന്താ കളി, ഞാൻ പറയും ഒരു പെണ്ണിന്നതാ പിടിക്കാൻ നോക്കി. അപ്പല്ലേ എൻ്റെ കൂട്ടുകാർ എന്തിനു ഫ്രണ്ട് ആ ലേഡീനെ പിടിക്കാൻ പോയി. അപ്പോൾ ബീച്ചിൽ നിന്നല്ലേ കിട്ടി. അപ്പല്ലേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഓന് പോലീസിനെ വിളിച്ച് പേടിപ്പിച്ച്. ചാക്കിലിടാൻ നോക്കി, ഇങ്ങനെ ഇവിടെ പിടിക്കാൻ നോക്കി. ആദ്യമായിട്ടാ കണ്ടു. വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കളിക്കായിരുന്നു മോയെ? ഇവിടെ ഇല്ല, ആ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അവിടുന്ന് കളിക്കാനും വർത്താനം പറയും. അപ്പോഴാ എന്നെ ഇവിടെ പിടിച്ചു, കളി കഴിഞ്ഞപ്പോൾ ഇവിടെ പിടിച്ച്. തീർച്ചയായും വിജയകുമാർ, ഇതാണ് ആ 7 വയസ്സുകാരന് പറയാനുള്ളത്. അവൻ വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് മാറി, അവൻ്റെ വീടാണിത്, അവിടുന്ന് കുറച്ച് മാറി കളിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ നാടോടി സ്ത്രീ ഇവിടെ വന്ന് പിടിച്ച് ചാക്കിലിടാനുള്ള ശ്രമം നടത്തുന്നു. അതിനിടയിൽ നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടികളെല്ലാം ചേർന്ന് ആ ശ്രമം പരാജയപ്പെടുത്തുന്നു. ആ 2 നാടോടികൾ, അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. അവരെ ഇപ്പോൾ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ നമ്മളിപ്പോൾ CCTV ദൃശ്യങ്ങൾ കണ്ടു. ആ CCTV ദൃശ്യങ്ങളിലുള്ളത് ഈ സംഭവത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് ശേഷം ആ നാടോടി സ്ത്രീ നടന്നു പോകുന്നതും തൊട്ടു പിന്നാലെ ഈ കുട്ടികൾ ആ നാടോടി സ്ത്രീയെ പിന്തുടർന്ന് വരുന്നതുമാണ് ഈ CCTV ദൃശ്യങ്ങളുള്ളത്. ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ് ഈ സ്ഥലത്താണുള്ളത്, ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ രാവിലെയായിരുന്നു ഈ സംഭവം. നമ്മൾ കണ്ടതാണ് എത്രത്തോളം. ആ കുട്ടിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ 7 വയസ്സുകാരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവൻ അവിടെ കളിച്ചു കഴിഞ്ഞ് ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ വന്ന് തന്നെ പിടിക്കാൻ നോക്കുന്നത്, ചാക്കിൽ കയറ്റാൻ നോക്കി. ആ സമയത്ത് വല്ലാതെ ഭയന്നുപോയി എന്നാണ് ആ 7 വയസ്സുകാരൻ പറയുന്നത്. എന്തുതന്നെയായാലും കോഴിക്കോട് നഗരത്തിൽ, കോഴിക്കോട് ബീച്ചിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലത്ത് പട്ടാപ്പകലാണ് ഇത്തരം ഒരു സംഭവം എന്നത് ഏറെ ദുഃഖകരവും അതീവമായി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യം. വിജയകുമാർ. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് മിഥില പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, ഇവരുടെ കൂടെ മറ്റാരൊക്കെയുണ്ട് എന്നതൊക്കെ പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. വിശദമായ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിഥില ബാലനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കേന്ദ്രത്തിന്
വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഡിസൈനിൽ തകരാറുണ്ടായി എന്നും കമ്പനി മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. തകർന്ന ഭാഗത്തെ 1 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും 400 മീറ്റർ നീളമുള്ള പാലം അത് നിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കേന്ദ്രത്തിന് വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രദേശത്തെ മണ്ണ് പരിശോധിച്ച് ഗുണനിലവാരം കമ്പനി വിലയിരുത്തിയില്ല. നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടത്തിയില്ല. ഡിസൈനിങ്ങിലും കാര്യമായ തകരാറുണ്ടായി എന്നുമാണ് വിമർശനം. വെള്ളം കയറിയതിലൂടെ മണ്ണിലുണ്ടായ സമ്മർദ്ദമാണ് റോഡ് തകരാൻ കാരണമായതെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. കമ്പനി പാലം ഒഴിവാക്കി എംബാങ്ക് ഉപയോഗിച്ചത് ചെലവ് കുറയ്ക്കാനാണെന്നും സമിതി വിലയിരുത്തുന്നു. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും 400 മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കൂരിയാട് അണ്ടർപാസിനെ വയലിന്റെ മധ്യത്തിലുള്ള അണ്ടർപാസുമായി ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കാനാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ദേശീയപാതയിൽ കാസർഗോഡ് ചെർക്കള മുതൽ കാലിക്കടവ് വരെയുള്ള ഭാഗത്തെ നിർമ്മാണ അപാകതകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ പ്രതിഷേധം. നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ മൈലാട്ടിയിലെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. ചെർക്കളയിൽ നിർമ്മിച്ച പാലം തകർന്നിട്ടും കമ്പനിക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുറ്റപ്പെടുത്തി. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടും അക്കാര്യം സർക്കാർ മുഖവിലക്കെടുത്തില്ല എന്നും MP കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. UDF പ്രവേശന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ PV അൻവർ. ഇനി UDFന്റെ പിന്നാലെ പോകാനില്ലെന്നും മത്സരത്തിന് സജ്ജമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ PV അൻവറുമായി അവസാനഘട്ട സമവായ ചർച്ചകൾ UDF നേതൃത്വം ഇപ്പോഴും നടത്തുന്നുണ്ട്. അൻവറിന്റെ UDF പ്രവേശന കാര്യത്തിൽ തീരുമാനം നീളുകയാണ്. എന്നാൽ ഇനി കാത്തിരിക്കാനില്ലെന്ന് വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സന്നദ്ധമാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസിന്റെ കാലുപിടിക്കാനില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് EA സുഗു 24നോട്. പറയാലോ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നിലപാട് ഇനി ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇനി അപമാനിതരായി പുറത്തു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളെ പ്രവർത്തകരുടെ ഇടയിലില്ല. ഇന്ന് വൈകുന്നേരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരാനുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തും. ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയിലെത്തും. നാളെ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപനം. എന്നാൽ സമവായ ചർച്ചകളും തകൃതിയായി നടക്കുന്നുണ്ട്. അനുനയ ചർച്ചകൾ തുടരുന്നുവെന്ന് നേതാക്കൾ. ഞാൻ ധരിക്കുന്നത് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ്. ഞാൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിൽ ആ രാഷ്ട്രീയമല്ലേ അദ്ദേഹം പ്രതിഫലിക്കേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു. അൻവർ ഇന്നലെ വേണുഗോപാലുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ വേണുഗോപാൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. ആ സംസാരം ഞങ്ങൾ തുടരും. ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. PV അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ പരാമർശങ്ങൾ തിരുത്തി ആദ്യം നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. എങ്കിൽ ഉടൻ UDF അസോസിയേറ്റ് അംഗമെന്ന പ്രഖ്യാപനം. ഈ രീതിയിലുള്ള ചർച്ചകളാണ് അവസാനവട്ടം നടക്കുന്നത്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. ടീം 24, നിലമ്പൂർ. PV അൻവറിന് മുന്നിൽ വാതിലടയ്ക്കാതെ UDF. അൻവർ മുന്നണിയുമായി സഹകരിക്കുമെന്ന UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. PV അൻവറിന്റെ കാര്യത്തിൽ UDF കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആവുമ്പോൾ ഞങ്ങളുടെ KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇവരുമായൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ചില തീരുമാനങ്ങളെടുക്കും. അതേപോലെ തന്നെ UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഘടകകക്ഷികളിൽപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അവരുമായൊക്കെ കൂട്ടായി ആലോചിക്കും. ആലോചന നടത്തിക്കൊണ്ട് ഇതിനെന്ത് പരിഹാരമാർഗങ്ങൾ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ഇനി സമയമൊന്നും ആയിട്ടില്ല. അന്തിമ തീരുമാനം ഉണ്ടാവും. UDF തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും. ഈ ഇഷ്യൂ, അൻവറിൻ്റെ ഇഷ്യൂ, അത് സംബന്ധിച്ചും കൂടിയാലോചന ഉണ്ടാവും. കൂടിയാലോചനയ്ക്ക് ശേഷം
അത് സംബന്ധിച്ച് UDFിൻ്റെതായ ഒരു അഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ CPM താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. വ്യവസായ രംഗത്ത് നിന്നുള്ള ചിലരും സാധ്യതാ പട്ടികയിലുണ്ട്. കടുത്ത സമ്മർദ്ദമുണ്ടെങ്കിലും മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് M സ്വരാജ്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള നേതൃയോഗത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രം വേണോ എന്നതിൽ CPMന് ആശയക്കുഴപ്പം തീരുന്നില്ല. 2016-ലും 2021-ലും പരീക്ഷ വിജയിച്ചതിനാൽ സ്വതന്ത്ര പരീക്ഷണം ആവർത്തിക്കണമെന്നാണ് നേതൃത്വത്തിന് താൽപര്യം. ഇതുവരെ പറഞ്ഞു കേട്ട M സ്വരാജ്, ഷെറോണ റോയ്, തോമസ് മാത്യു, U ഷറഫലി എന്നീ പേരുകൾക്ക് പുറമെ മറ്റു ചിലരും CPMന്റെ പരിഗണനയിലുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, വ്യവസായ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി, മണ്ഡലത്തിന് പുറത്തുള്ള പ്രമുഖൻ എന്നിവരാണ് രഹസ്യായുധമായി CPMന്റെ കയ്യിലുള്ളത്. മത്സരിക്കാൻ പാർട്ടി സമീപിച്ചത് ഷിനാസ് ബാബു 24നോട് സ്ഥിരീകരിച്ചു. മത്സര സന്നദ്ധത അറിയിച്ചോ എന്ന ചോദ്യത്തിന് സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നായിരുന്നു ഷിനാസ് ബാബുവിന്റെ മറുപടി. പൊതുസ്വതന്ത്രനാണോ പാർട്ടി സ്ഥാനാർത്ഥിയാണോ മത്സരരംഗത്തെന്നതിൽ നേതൃത്വവും മറുപടി പറയാതെ ഒഴിയുകയാണ്. സംസ്ഥാന സെക്രട്ടറി രംഗം M സ്വരാജിന് മേൽ മത്സരിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലയുള്ള സ്വരാജിനെ മത്സരിപ്പിക്കുന്നതിനോട് നേതൃത്വത്തിന് വിമുഖതയുണ്ട്. മത്സരിക്കുന്നതിനോട് സ്വരാജിനും താല്പര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണ് CPM ശ്രമിക്കുന്നത്. പാലം വലിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ്. സങ്കീർണമായ പ്രശ്നമായിട്ട് UDFിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും കാണിക്കില്ല. പാളയത്തിൽ പണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ. അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2021-ൽ പാലം വലിച്ചെന്ന ആക്ഷേപത്തിന് മറുപടി പറയാതെ UDF സ്ഥാനാർത്ഥി ഒഴിഞ്ഞു മാറി. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മുറിച്ച് നീക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായി. ശക്തികുളങ്ങരയിലാണ് ഗ്യാസ് കട്ടിങ്ങിനിടെ തീപിടുത്തമുണ്ടായത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സുജിത്ത്, തീ നിയന്ത്രണ വിധേയമായോ? എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതേ വിജയകുമാർ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ആളപായം ഒന്നും തന്നെയില്ല. 1 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ഈ കമ്പനികൾ അത് മുറിച്ചു നീക്കുന്നതിന് വേണ്ടി ചില ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു. അത് അടിയന്തരമായി ഉള്ള ഒരു പ്രവൃത്തിയായിരുന്നു, അത് നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് 1 മണിയോട് കൂടി കണ്ടെയ്നറുകൾ മുറിക്കുന്നതിനിടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടയിൽ തീപിടുത്തം ഉണ്ടായത്. ഇതിൻ്റെ പുറത്തുള്ള ഫോമിൽ തീ പിടിച്ചതാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കൊല്ലത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ ആക്കിയിരിക്കുന്നു. ചവറയിൽ നിന്നും കൊല്ലത്തു നിന്നും ഒക്കെയുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. കമ്പനികളുടെ ഏജൻസിയുടെ ആളുകളും ഒപ്പം തന്നെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് അതിന്റെ എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് കൃത്യമായ കാരണം ആരായാം. എന്തായിരുന്നു സംഭവിച്ചത്? ഒരു നമ്മുടെ മൊത്തം ലാഷിലായിരുന്നു ഇതിരുന്നത്. 3 കണ്ടെയ്നറുകൾ ഒരുമിച്ചാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ടർ വെച്ചാണ് നമ്മളിത് ബിൽഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ 3 ഒരുമിച്ച് എടുത്ത് നമുക്ക് ഇതിലോട്ട് തിരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല, ട്രെയിലറിലോട്ട്. അപ്പോൾ കട്ടർ എന്നുള്ള സാധനം ഉപയോഗിക്കുമ്പോൾ കട്ടറിലും ചെറിയ സ്പാർക്കുകൾ ഉണ്ടാവും. കണ്ടെയ്നർ ഫോം ആയതുകൊണ്ട് ചെറിയൊരു സ്പാർക്ക് കൊണ്ട് അങ്ങനെ സംഭവിച്ചാണ്. കട്ടറിലേക്കും ഫോമിലേക്കും തീ പടർന്നതാണോ ഇത്തരത്തിൽ? തീ എന്ന് പറഞ്ഞാൽ വിൻഡ് സ്പീഡ് ഉള്ളതുകൊണ്ട് കട്ടറുമായിട്ടുള്ള ഒരു ഇതിലുള്ള വന്നതാണ്, അതിൻ്റെ സ്പാർക്ക് കൊണ്ട് വന്നതാണ്. നോർമലി ഇങ്ങനെ സംഭവിക്കണം. പക്ഷേ രാസവസ്തുക്കളുടെ ഒന്നും ഒരു രാസവസ്തുക്കളോ അങ്ങനെ ഒന്നുമില്ല. ഇത് സാധാരണ ഒരു ഫോം മാത്രമാണ്, സ്പോഞ്ച് മാത്രമാണ്. പിന്നെ ഹെവി വിൻഡ് കാരണമാണ് അങ്ങനെ ഒരു ഇത്തരത്തിലൊരു തീ പടരാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തീ പിടുത്തത്തിനുള്ള സാധ്യത ഉള്ളപ്പോൾ ഇതെങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും? എങ്ങനെ ഇത് മുറിച്ചു മാറ്റാൻ പറ്റും? അപ്പോൾ ഓൾറെഡി ഇത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല, ഇനിയുള്ളതിനെ മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഓൾറെഡി എല്ലാം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഒരു വിൻഡ് സ്പീഡ് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഇനി അത് നമുക്ക് ട്രെയിലറിലോട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമേ നമുക്കിത് ഉണ്ടാകുന്നു. വിജയകുമാർ, ഇവിടുത്തെ കൗൺസിലറും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. മാത്രമല്ല KSEB ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ നിയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. അവരുടെയൊക്കെ സമയോചിതമായ ഒരു ഇടപെടലായിരുന്നു. നമുക്ക് വാർഡ് കൗൺസിലറുടെ അഭിപ്രായം കൂടെ ഒന്ന് തേടാം. എന്താണ്
12 മണിക്ക് ശേഷമാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് കണ്ടെയ്നർ അടിഞ്ഞപ്പോൾ മുതൽ സ്ഥിരം ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെയും എല്ലാ വിഭാഗത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം തീരത്ത് ഒരുപാട് ഫോം അടിഞ്ഞിട്ടുണ്ട്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലും കണ്ടെയ്നറുകളും കണ്ടെത്താൻ സോണാർ സർവേ തുടങ്ങും. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തെത്താൻ സാധ്യതയില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ പോളിമർ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്തു തുടങ്ങി. അതേസമയം തമിഴ്നാട് കുളച്ചൽ തീരത്തും കണ്ടെയ്നറുകൾ ഇന്ന് അടിഞ്ഞു. മുങ്ങിയ ചരക്ക് കപ്പലിന്റെ സ്ഥാനം സോണാർ സർവേയിലൂടെ കണ്ടെത്തും. മുങ്ങിയ കണ്ടെയ്നറുകൾ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയാണ് മാറ്റുക. അമേരിക്കയിലെ T&D ഷിപ്പിംഗ് കമ്പനിക്കാണ് ചുമതല. കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാൻ ജൂലൈ 3 വരെയാണ് കമ്പനി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ അപകടകരമായ ഒരു ഇന്ധനവും കടലിൽ കലർന്നിട്ടില്ല എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യം കേരള തീരത്തില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ കലർന്നതോ അപകടമുള്ളതോ അല്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട്. അത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അനാവശ്യമായിട്ടുള്ള ഭീതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കേണ്ടതില്ല. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ ഹരിതകർമ്മസേനയും സന്നദ്ധ സംഘടനകളും ചേർന്ന് നീക്കം ചെയ്തു തുടങ്ങി. തുമ്പ കടൽ തീരത്തെ ശുചീകരണം റവന്യൂ മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. അതേസമയം കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടിക്കുള്ള നീക്കങ്ങൾ സർക്കാർ ഊർജിതമാക്കി. അഡ്വക്കേറ്റ് ജനറലിനോട് ഇന്നലെ നിയമോപദേശം തേടിയിരുന്നു. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നീക്കങ്ങൾ. ഇതിനിടെ തമിഴ്നാട് കുളച്ചലിൽ കണ്ടെയ്നർ തീരത്തടിഞ്ഞു. തമിഴ്നാട് റവന്യൂ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വിവരം, മൂഴിയാർ ഡാം തുറന്നു എന്നതാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്നതിനാൽ 1 മണിയോടെ ഒരു ഷട്ടർ തുറന്നു. 3 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ തുറന്ന് ജലം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുകയാണ്. അത് കക്കാട്ടാറിന്റെ തീരത്ത് ഉള്ളവർ, പ്രത്യേകിച്ച് മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെ ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ ഭരണകൂടം, പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ജാഗ്രത ഈ മേഖലയിൽ കൂടുതൽ വേണം എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. നിലപാടുകളെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ എംപിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. വിദേശ പര്യടനത്തിനിടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും ഇതിനു മറുപടിയുമായി തരൂരും രംഗത്തെത്തി. ശശി തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പനാമയിലെ പര്യടനത്തിനിടെയുള്ള ശശി തരൂരിന്റെ പ്രസ്താവനയെ ചൊല്ലിയാണ് വിവാദം. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന തരൂരിന്റെ പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. വിമർശനവുമായി എത്തിയ നേതാക്കൾക്ക് തരൂർ തന്നെ മറുപടിയും നൽകി. സമീപകാലത്തുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത്. തന്റെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും വളച്ചൊടിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തനിക്ക് മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ശശി തരൂർ. വിമർശനങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശശി തരൂരിന് പിന്തുണ അറിയിച്ചു. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെയാണോ സംസാരിക്കേണ്ടിയിരുന്നതെന്നും രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നും കിരൺ റിജിജു. തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന ശശി തരൂരിനോട് വിശദീകരണം തേടണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. എന്നാൽ തരൂരിനോട് വിശദീകരണം തേടുന്നത് നിലവിൽ ആലോചനയിലില്ലെന്നാണ് AICC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിനീത VG 24 ഡൽഹി. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണവുമായി മലബാർ ഗ്രൂപ്പ് വേൾഡ് ഹങ്കർ ഫ്രീ ഡേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 വർഷത്തിനുള്ളിൽ 2 കോടി അതിദരിദ്രർക്ക് 20 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 120 കോടി രൂപ ചെലവഴിക്കും. തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ നടന്ന പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മലബാർ CSR പ്രസന്റേഷൻ മലബാർ ഗ്രൂപ്പ് ഡയറക്ടർ MB അഹമ്മദ് നിർവഹിച്ചു. പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് അമിതാഭ് കാന്ത് IAS നിർവഹിച്ചു. 4 സെന്റും 600 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഒരു ഭൂമിയിൽ അല്ലെ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടാതെ മലബാർ ഗോൾഡ് ആ ഒരു കോൺക്രീറ്റിനുള്ള സ്ലാബ് ഇടാനുള്ള 50,000 രൂപ വരെയുള്ള ഒരു സഹായമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ
ഇത്രയും കാലത്തോളമായിട്ട് 22,600 പേർക്ക് 78 കോടി രൂപയുടെ സഹായം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.